വിവാഹങ്ങൾ ഒരു പുതിയ കാര്യമല്ല. പക്ഷെ ഒരേ പന്തലിൽ 850 വിവാഹങ്ങൾ നടന്നാലോ? അത് കുറച്ച് വെറൈറ്റി ആണല്ലേ. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പാടന്തറയിലാണ് ഈ മഹാസംഗമം നടന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നീലഗിരിയിലെ തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമായ നിരവധി കുടുംബങ്ങൾക്ക് പുറമെ കേരളം, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള വധൂവരന്മാരും ഈ മാംഗല്യപ്പന്തലിൽ ഒന്നിച്ചു. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് അവരുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒരുക്കിയിരുന്നു. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, ഒരു സമൂഹ വിവാഹം അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നടത്തുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് 850 വിവാഹങ്ങളാണ്. അത്രയധികം വിവാഹങ്ങൾ നടന്നിട്ടുണ്ടോ ഈ സമീപകാലങ്ങളിൽ അങ്ങനെ സമൂഹ വിവാഹത്തിൽ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. എന്തായാലും ആ ഒരു കാഴ്ചയ്ക്ക് ഏറെ കൗതുകമുണ്ട്. അത് മാത്രവുമല്ല, കേരളത്തിലെയും കർണാടകത്തിലെയും ആളുകളുമുണ്ട്. അവർക്കും അതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെ സമ്മാനിച്ചിട്ടുണ്ടാകും. പിന്നെ അത് മാത്രവുമല്ല, മതവിഭാഗങ്ങൾക്ക് അവരുടെ വ്യത്യസ്തമായ ഓരോരുത്തർക്കും ആചാരങ്ങളുണ്ടാകും. അത് പാലിച്ചുകൊണ്ട് തന്നെ അതിന്റെ ചടങ്ങുകളെല്ലാം നടത്തി എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. എന്തായാലും സമൂഹ വിവാഹത്തിന് വലിയൊരു കയ്യടി, അതിന് മുൻകൈ എടുത്തതിനും വലിയൊരു കയ്യടി. സമൂഹ വിവാഹങ്ങൾ നമ്മുടെ നാട്ടിലൊരു പുതിയ കാര്യമല്ല. ഒരുപാട് കാലമായി എല്ലാ വർഷവും അത്തരം വിവാഹങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. വയനാട്ടിലൊക്കെ അത്തരം ഞങ്ങളൊക്കെ പോകുന്നതാണ്. അത്തരം സമൂഹ വിവാഹങ്ങളൊക്കെ നടക്കാറുണ്ട്. ചില സ്ഥാപനങ്ങളൊക്കെ എത്രയോ വർഷമായി എല്ലാ വർഷവും ജാതി മത ഭേദമന്യേ വധൂവരന്മാരെ ഒക്കെ സ്വർണവും ഒക്കെ നൽകി അത്തരം വിവാഹങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത 850 പേർ, 850 വധൂവരന്മാർ, 850 വിവാഹങ്ങളാണ് ഒരു പന്തലിൽ വെച്ച് നടന്നത്. അതും കേരളത്തിന്റെ തൊട്ടടുത്ത അതിർത്തിയിൽ തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പാടന്തറയിൽ, വയനാട്ടിനോട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ 850 വിവാഹങ്ങൾ ഒരു പന്തലിൽ വെച്ച് നടന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെന്റിനറി സെലിബ്രേഷന്റെ ഭാഗമായി കാന്തപുരത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ വിവാഹം നടന്നത്. വധൂവരന്മാർക്ക് ആവശ്യമായ വസ്ത്രവും സ്വർണവും ഒക്കെ നൽകി എല്ലാ ജാതി മത വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഈ വിവാഹം സംഘടിപ്പിച്ചത്. മാത്രമല്ല, നീലഗിരി ജില്ലയിൽ കൂടുതലും തോട്ടം തൊഴിലാളികളൊക്കെയാണ്. അവിടുത്തെ അത്തരം പാവപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരുടെ ആളുകൾ വധൂവരന്മാരായി ഉണ്ടായിരുന്നു. അതോടൊപ്പം വയനാട്ടിൽ നിന്നും തൊട്ടടുത്ത കർണാടകത്തിൽ നിന്നുമൊക്കെയുള്ള യുവതി യുവാക്കൾ അതിനോടൊപ്പം വിവാഹിതരായി. മാത്രമല്ല, ഓരോ മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഈ ഹിന്ദു മതത്തിൽപ്പെട്ട വധൂവരന്മാരുടെ വിവാഹം നടന്നത് പാടന്തറ മാരിയമ്മൻ കോവിലിൽ വെച്ച് അവിടുത്തെ പൂജാരിയുടെ കാർമ്മികത്വത്തിലാണ് ഈ വിവാഹം നടന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഇവരുടെ ബന്ധുക്കളും ഈ മറ്റ് പ്രവർത്തകരുമൊക്കെയായി 1 ലക്ഷത്തോളം ആളുകൾ വിവാഹത്തിൽ പങ്കുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാടന്തറയിൽ ഇതുപോലെ നീലഗിരിയിൽ 850 വിവാഹങ്ങളാണ് ഒരേ വേദിയിൽ നടന്നത്. എല്ലാവർക്കും വിവാഹ മംഗളാശംസകൾ. അപ്പൊ ഗംഭീരമായിരുന്നു ആ സമൂഹ വിവാഹം.